പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരണ്യ വന്നിരിക്കുന്ന ഒരു പുതിയ ഐറ്റം നിങ്ങൾക്ക് നമ്മുടെ മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു സാധനം എന്താണ് ഞാൻ പറയട്ടെ, നമ്മളെ മുളക് ബജ്ജി. കുറെ നാളായിട്ട് ശരണ്യ ആഗ്രഹിച്ചിരുന്ന മുളക് ബജ്ജി ചെയ്യണം, മുളക് ബജ്ജി. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ എങ്ങും ഈ ബജ്ജി മുളക് കിട്ടത്തില്ല. അതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്ന ചേർത്തല പോയി, മാർക്കറ്റിൽ പോയിട്ടാണ് മാർക്കറ്റിൽ നിന്നാ മേടിച്ചത്. കാരണം വേറൊന്നുമല്ല, ഒരു 2 മാസമായി ശരണ്യ മുളക് ബജ്ജി ചെയ്യണം, മുളക് ബജ്ജി ചെയ്തപ്പോ എല്ലാരും ചോദിച്ചു മുളക് ബജ്ജി ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ, പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ മുളക് കിട്ടുന്നില്ല അല്ലേ. അതുകൊണ്ട് ഇന്നലെയാണ് മുളക്. അപ്പൊ ഇന്നലെ എനിക്ക് മേലാതെയായി, അതിന് മുളക് ബജ്ജി ഇന്നത്തേന് മാറ്റി വെച്ചു. അതെ, ഞങ്ങള് കേരളപ്പിറവിയായിട്ട് നല്ലൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ശരണ്യായിട്ട് ഉടമരൊക്കെ പോകാന്നൊക്കെ അല്ല ശരണ്യര് പറഞ്ഞ അന്ന് എവിടെ എങ്ങനെ ഒരുങ്ങി റെഡിയായി മുല്ലപ്പൂ ഒക്കെ വേണോന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യൂട്ടുകാരെ, മുല്ലപ്പൂ ഇന്ന് മുല്ലപ്പൂ വെച്ച് ശരണ്യ എവിടെ പോണു? എന്നെ അടുക്കള നിന്ന് മുളക് വെച്ച് ഉണ്ടാക്കിക്കോളാം. ഇന്നത്തെ ആഗ്രഹം എനിക്ക് ഇന്ന് സാധിച്ചു തരണ്ടായോ? മുല്ലപ്പൂ മേടിക്കണം. നമ്മളെ ടോബീനെ അവിടെ കണ്ണപ്പം കുളിപ്പിക്കുകയാണ്. അതാണ് ഇടക്ക് അങ്ങോട്ട് നോക്കണത്. അപ്പൊ അതും കാണിച്ചു തരാം. കാരണം കൂട്ടുകാർ പറഞ്ഞില്ല ഞാൻ ടോബീനെ കാണിക്കണമെന്ന്. അപ്പൊ നമ്മുടെ ആദിത്യൻ അവനെ ഇന്ന് ഞായറാഴ്ചയല്ലേ, പിന്നെ അപ്പൊ മുല്ലപ്പൂ മേടിക്കണം ശരണ്യ. മുല്ലപ്പൂ മേടിക്കണം. അപ്പൊ ഞാൻ പോയി മുല്ലപ്പൂ മേടിച്ചോണ്ട് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വന്നു. ഇച്ചിരി മുമ്പ് കൂട്ടുകാരെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗംഗാക്കോറിയത്തിൽ പോയി എന്നാണ് ഫിൽറ്റർ മേടിച്ച്, മോട്ടറിന്റെ നമ്മുടെ മീനിന്റെ. അപ്പൊ അന്നേരം അവിടെ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ് ഇന്ന പോലെ വീഡിയോയൊക്കെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഈ കൂടെ തന്നെ അതുകൂടി കാണിച്ചു തരുന്നതാണ്. അപ്പൊ മുല്ലപ്പൂ മേടിക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ? മുളക് ബജ്ജിയുടെ വീഡിയോയിലേക്ക് പോയാലോ? മുല്ലപ്പൂ ഞാൻ മേടിച്ചു തരാം, സമാധാനപ്പെട്. മുളക് ബജ്ജിയുടെ വീഡിയോയിലേക്ക് അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ശരിയല്ലേ? അപ്പൊ നമുക്ക് അടുക്കളയിലായിട്ട് പോകാം. ഞാൻ മുല്ലപ്പൂ മേടിച്ചു തന്നാലേ ചെയ്യുള്ളൂ. എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാവേ. വീഡിയോയിലേക്ക് പോവാം. ശരി ശരി. അതെ, കണ്ട എല്ലാരും ടോബീനെ തിരക്കിയല്ലേ? കണ്ട, അതെ ടോബീനെ കുളിപ്പിക്കാൻ പോവുകയാണ്. അന്നേരം അതിക്ക് മുമ്പായിട്ട് അവൻ ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ആദിത്യൻ കണ്ട ടോബീനെ കുളിപ്പിച്ച് സുന്ദരനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൂട്ടുകാരെ, ടോബി സുന്ദരനാകുന്ന നേരത്ത് വിശക്കിപ്പോയി. സുന്ദരനാകുന്ന നേരത്ത് നമ്മുടെ ശരണ്യൊക്കെ ഒന്ന് സുന്ദരിയാകണമെന്ന്. അപ്പം ഞാൻ പോയി മുല്ലപ്പൂ മേടിച്ചോണ്ട് വരട്ടെ. അപ്പം ടോബി കുളിച്ച് നല്ല സെറ്റായിട്ട് നില്ല് കേട്ടാ. ഇങ്ങോട്ട് നോക്കിക്കേ ടോബി, ഇങ്ങോട്ട് നോക്ക്. ശരണ്യക്ക് ഇച്ചിരി പൂ വെച്ചല്ലാന്ന് ഓർത്ത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ വന്നതാ. കൂട്ടുകാരെ കണ്ട, ഇതാണ് നമ്മുടെ മുഹമ്മേല പൂക്കട നടത്തുന്നത് എൻ്റെ സുഹൃത്താണ് കേട്ടാ. ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞു വിട്. അല്ല, അതെ അങ്ങനെ ശരണ്യക്ക് പൂവൊക്കെ എടുത്ത് ശരണ്യയുടെ ആഗ്രഹം സാധിച്ചു. കൂട്ടുകാരെ കണ്ടല്ല, ശരണ്യക്ക് ഞാൻ പൂ മേടിച്ചു. ഇച്ചിരി പൂവേ മേടിച്ചോളൂ. കൂട്ടുകാരോട് പറ, കൂട്ടുകാരെനിക്ക് പൂവ് മേടിച്ച് തന്നു കേട്ടാ. പോരെ, ഇത്രയും പോരെ? റോസാപ്പൂവുണ്ട്. 2 റോസാപ്പൂവുണ്ട്. പോരെ? ഞാൻ സ്ലൈഡും എടുത്തിട്ടുണ്ട്. വെച്ചേക്കാം. മൊത്തം വേണ്ടേ? ഇതിന് പൊട്ടിക്കണം. എന്നാ പിച്ചാത്തിയല്ലേ? ഇത്ര മതിയാ? കണ്ടാ കൂട്ടുകാരെ, ഇതൊക്കെ ആഗ്രഹം പറഞ്ഞ് ഇപ്പൊ പറഞ്ഞു മൊത്തം വേണ്ടത്. ശരണ്യ പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? വലിയ ആഗ്രഹമൊന്നുമല്ലേ, ചെറിയ ആഗ്രഹമല്ലേ ശരണ്യ പറഞ്ഞു. വേണ്ട, വീട്ടിലൊക്കെ നിൽക്കുമ്പോ ഇത്രയും വെച്ചാൽ മതി. ഒന്ന് കാണിച്ചു കൊടുത്തരും കൂട്ടുകാരെ. കണ്ട, ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ സന്തോഷം അല്ലേ? ചെറിയതല്ല, നമ്മുടെ വലിയ സന്തോഷം തന്നെ. വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം.
കൂട്ടുകാരെ തന്നെത്താൻ റൗണ്ടൊക്കെ അടിച്ച് വെച്ച് കണ്ട ഇങ്ങനെയൊക്കെ ഭയങ്കര അമ്മയും കൂടി സഹായിച്ച്. കൂട്ടുകാരെ എനിക്ക് എന്ത് കിട്ടാലും അതിന്റെ പാതി അമ്മക്ക് കൊടുക്കും കേട്ടോ. അപ്പൊ അമ്മക്ക് കൊടുക്കാൻ പോയി. അമ്മക്ക് ശരണ്യൊക്കെ അറിയണം, പണ്ട് അമ്മക്ക് മുല്ലപ്പൂ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ത് ചടങ്ങിനും അമ്മ മുല്ലപ്പൂ വെക്കാതെ അല്ലെ എല്ലാവർക്കും അറിയാം അമ്മ മുല്ലപ്പൂ വെക്കാതെ എങ്ങും പോയില്ല. നാവര് ഓ അമ്മയുടെ മുഖത്ത് ആ സന്തോഷം കണ്ട. അതെ അതെ അതെ. അപ്പൊ കുട്ടികളുടെ ഞാൻ മുളക് വച്ചിട്ടുള്ള സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പഴുത്ത മുളക് നമുക്ക് പാകണം. അത് മാറ്റി വെച്ചു. പിന്നെ വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, മഞ്ഞപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പും വേണം. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ നമുക്ക് എത്രയും വേണമെന്ന് മുളക് ബജിയുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് അരച്ചെടുത്താലോ? അപ്പൊ കൂട്ടുകാരെ ഞാൻ അരച്ചുകൊണ്ട് വരുന്നവരെ നമ്മൾ ഒരു കൂട്ടുകാരി നിങ്ങളെ ഞാൻ പരിചയപ്പെടും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൂട്ടുകാരീനെ ആ നേരത്തൊന്ന് പരിചയപ്പെടുത്താം. കൂട്ടുകാരെ ഞാനേ നമ്മുടെ ഇവിടെ ഗംഗ അക്യോറിയത്തിൽ വന്നതാണ്. വേറൊന്നുമല്ല, നമുക്ക് കളർമീനൊരു ഫിൽറ്റർ മേടിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മുടെ അയൽവാസിയും കൂടിയാണ് കേട്ടാ ജിസേർന്നാൾ പേരപ്പ. എപ്പോഴും പറയും ഞങ്ങളുടെ ചാനൽ കാണാറുണ്ട്. ഒക്കെ ഞാൻ ചേച്ചീനെ തിരക്കുന്നത് പറയണം. ഇവരുടെ ചാനൽ കാണാറുണ്ട്, നല്ല പ്രോഗ്രാമൊക്കെയാണ്. എല്ലാവരും ചാനൽ കാണണം. കാണാൻ ഭംഗിയുള്ള ഒരുപാട് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. കൂട്ടുകാരെ ഞാനേ പരസ്യ വീഡിയോ ആയിട്ട് ചെയ്തതല്ല, ഇന്നപോലെ ഈ ഫിൽറ്റർ മേടിക്കാൻ വന്നതാണ് ഇവിടെ. അപ്പൊ ഇനി ഒരു ദിവസം വരാൻ കേട്ടാ. ഇനി ശരണ്യ ചേച്ചിയായിട്ട് വരണം. തീർച്ചയായിട്ടും വരാൻ കേട്ടാ. ഇപ്പൊ കുട്ടികളുടെ കടലമാവ് ഞാൻ ഇഞ്ചി അരച്ചിട്ടുള്ളത് കടലമാവ് ഇട്ട് അപ്പൊ കുറച്ച് മതിയല്ല നമുക്ക്. ഇത്രയും ബജ്ജി ആക്കണ്ട കേട്ടോ. ഇത്രയും ബജ്ജി വെച്ചെന്ന് ഏതാണ്ട് ബജ്ജിക്കട തുടങ്ങണമെന്ന് ഓർക്കും. പിന്നെ നമ്മുടെ ചായ. നമ്മുടെ ടോബി കുളിച്ചേച്ചും വന്നപ്പോ ഭയങ്കര ബഹളാ. അതെ, ഒന്ന് പുറത്തിറക്കി ശീലിച്ച കൊണ്ടാ പറ്റിയെന്ന്. അതല്ല, അവന്റെ മേലിൽ നമ്മള് നനഞ്ഞിരിക്കണം. അവന്റെ റൂം കഴുകിയായിരുന്നു. അപ്പൊ അവന് അസ്വസ്ഥത. മഞ്ഞപ്പൊടിയൊക്കെ ഇടും അല്ലേ? പിന്നെ മഞ്ഞപ്പൊടി വേണ്ടേ? പിന്നെ എന്നാണ് ഇടാണ്? അപ്പൊ കൂട്ടുകാരെ കണ്ടതെ കടലമാവ്, മഞ്ഞപ്പൊടി, ഇഞ്ചി അരച്ചത്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക്. ഈ വെളുത്തുള്ളി എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? അതെ, ഞാന് വെളുത്തുള്ളി എടുത്തപ്പോ ഇച്ചിരി കൂടിപ്പോയി. അപ്പൊ വെച്ചത് മുളക് പൊടി നമ്മുടെ ഇതാണ് കാശ്മീരി മുളക് പൊടി. ഏതായാലും ഇന്നലെ വെക്കേണ്ട മുല്ലപ്പൂവാണെന്ന് അമ്മ പറയണ കേട്ടാ. മറ്റേ ഇതായിട്ട് കേരള അല്ലേ, കേരള പിറവിയായിട്ട്. അമ്മയും അതുപോലെ തന്നെ വെച്ച് നിൽക്കുകയാണ് കണ്ട. കണ്ട കൂട്ടുകാരെ, അതെ അതാ. ശരണ്യ എന്തോ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. പിന്നെ കൂട്ടുകാരെ നമുക്ക് ഇന്നലെ ഒരു കമന്റ് വന്നായിരുന്നു. ഞാൻ മാത്രം ചെയ്യുക, ശരണ്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നല് പാടില്ലെന്നൊക്കെ, അമ്മേനെ കൊണ്ട് ചെയ്യിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം അമ്മ പഠിപ്പിച്ച് തന്നതല്ല, ഞാൻ തന്നെ പഠിച്ചൊന്നുമല്ല. അമ്മ പറഞ്ഞു തന്നെ അതുപോലെ ചെയ്തു. അപ്പൊ തിരിച്ച് ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ അത് തെറ്റല്ലേ? എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. അതെ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഇനി എല്ലാം അറിയാം. പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. അത് എന്നെ ഇളക്കിച്ചെന്ന് എനിക്കൊന്നും തോന്നിയല്ല. ഞാനല്ലേ കൊച്ചിനെ പഠിപ്പിച്ചെടുത്തത്. ഇപ്പൊ കുട്ടികളുടെ ഇപ്പൊ ഞാനല്ല കുഴക്കുന്ന, അമ്മയാണ്. ഇച്ചിരി കട്ടയുണ്ട്, അപ്പൊ എന്റെ കൈ കൊണ്ട് വെച്ച ആ കട്ടയൊന്ന്. പിന്നെ കൂട്ടുകാരെ അങ്ങനൊന്നും വിചാരിക്കല്ലേ കേട്ടാ, അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. അതെ, കാരണം ഇവര് തമ്മിൽ അങ്ങനെയല്ല, ഒരു കൂട്ടുകാരിയെ പോലെ തന്നെയാണ്.
അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് രണ്ടുപേരും കാരണം ഇവര് രണ്ടുപേരുമേ വീട്ടിലുണ്ടാകുള്ളൂ. ഞാനും അച്ഛനും സെയിലൊക്കെ പോകും. അതാ പിന്നെ ഒരു കൊച്ചിനെ കൊണ്ട് നടക്കുന്ന പോലെ അമ്മയെ കൊണ്ട് നടക്കും. ആര്? ശരണ്യ കൊച്ചിനെ കൊണ്ട് നടക്കണ പോലെയാണ് അമ്മേനെ കൊണ്ട് നടക്കണം. ആഹാ എന്താ ആ ശരിയാ. ഞാൻ എങ്ങോട്ട് പോയാലും വിളിച്ചു പുറകെ വരും. പിള്ളേരെ വിളിച്ച ആ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കണ പോലെ എന്നാണ് ഉദ്ദേശിച്ചത്. ആ എനിക്ക് തോന്നി. എന്തായി നമ്മുടെ മാവൊക്കെ അമ്മ തന്നെ റെഡിയാക്കി. പിന്നെ കൂട്ടുകാരെ ഇനി ഒത്തിരി വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് ആയിട്ട് നിക്കണം. നമ്മുടെ പച്ചമുളക് വെള്ളം നല്ല മഞ്ഞ വെള്ളത്തിൽ കഴുകി എടുക്കണം. ആ മഞ്ഞൾ വെള്ളത്തിൽ. ശരണ്യ അതേ മഞ്ഞൾ വെള്ളത്തിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ എന്താ എന്തായി? ചട്ടിയൊക്കെ വെച്ചല്ലേ? ചട്ടി വെച്ചു, മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പം കരിക്ക് തിന്നോണ്ടിരിക്കുക. കരിക്ക് പൂളി തിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞത് നമ്മുടെ അച്ഛനായിരിക്കും കേട്ടോ. ഞാൻ മുക്കി ഇടത്തേ ഉള്ളൂ കേട്ടോ. നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കണ ബജ്ജി മുളക്. അപ്പൊ അച്ഛൻ അത് കഴിച്ചും വേഗം. അല്ല ഇത് കട്ട് ചെയ്ത് വെക്കണ്ടേ? ആ അല്ല ഇത് സത്യം പറഞ്ഞ ബജ്ജി മുളകാണ്. ഇത് കരിക്കും മുളകാണ്. അല്ല നിങ്ങള് ബജ്ജി മുളക് കണക്കാൻ വന്നേച്ച് നിങ്ങൾ കരിക്ക് അതുവരെ ഞങ്ങൾ ഇങ്ങനെ പയ്യെ നിൽക്കും. എന്തെങ്കിലുമൊക്കെ ചവച്ചണ്ട് നിൽക്കും. ചവയ്ക്കും കരിക്കുള്ളായിരുന്നു. അപ്പൊ കൂട്ടുകാരെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിടാം. മുളകിടാൻ പോവാണേ. ആ മുളക് കട്ട് ചെയ്തത് വീഡിയോയിൽ കാണിച്ചില്ല കേട്ടാ. ആ അച്ഛനാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്ത് തരുന്നത്. ആ എങ്ങനെയാണ് അച്ഛാ? ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നൊന്ന് കട്ട് ചെയ്യ്. കൂട്ടുകാർക്കൊക്കെ കാണണ്ടേ? ആ ഇങ്ങനെ കട്ട് ചെയ്ത് ആ മൊത്തം ചെയ്ത്. അപ്പൊ ശരണ്യ മുക്കിക്കോളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിലൊക്കെ ആയില്ലേ. അമ്മയാണെങ്കിൽ ഇത് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അമ്മക്ക് ചെയ്യാനായിട്ട് കോരാനാണ് അമ്മ നോക്കണത് അല്ലേ? എന്താ കൂട്ടുകാരെ അങ്ങനെ അമ്മ നെറ്റ് ഒന്ന് മാറ്റിക്കാമേ. അത് ഇങ്ങനെ തട്ടി മാറ്റി കൊടുക്കുമ്പോൾ ആയിക്കോളും. എന്താ ഇപ്പൊ വേറെ ആയില്ലേ? പിന്നെ അതെ നമ്മുടെ ബജ്ജി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇട്ടോ അടുത്ത ഒന്നുമില്ല. ഞാൻ തരാം. കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനത് മുറിക്കാറായ ആ അപ്പൊ അച്ഛനാണ് മറിക്കുന്നത്. അച്ഛൻ ചായക്കടയിലൊക്കെ നിന്ന് നല്ല പരിചയമുള്ള പോലെയാണ് ചെയ്യുന്നത്. പണ്ട് ഞങ്ങൾക്ക് തട്ടിവിടണ്ടെന്നാ പറയണേ. അതെ അതെ അതെ. പിന്നെ നേരത്തെ കടയിൽ തന്നെ നമ്മുടെ മുളക് കോരാൻ പോവാണേ. ആ അച്ഛനാണ് ചെയ്യണത്. ശരണ്യ മാവ് മുക്കിയിടാനായിട്ട് നിൽക്കും. മാത്രം. അതെ ഞാനും അമ്മയൊക്കെ കണ്ടണ്ട് നിൽക്കുന്നത് മാത്രല്ലേ അമ്മ. അതെ നമ്മുടെ അടിപൊളി ബജ്ജിയാണ് ഇരിക്കുന്നത്. പച്ചക്ക പൊരിച്ച പോലെ ആണോ? ആ അതെ 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 നല്ല നല്ല. ആ കട്ട് ചെയ്തതൊക്കെ ഇട് കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട. അച്ഛൻ കട്ട് ചെയ്യാണ്. ആ വേണ്ട ഒരാൾ കട്ട് ചെയ്യുന്നു, ഒരാൾ മാവിലി മുക്കുന്നു. ആ അതെ അതെ അതെ. ആ ഇനി എങ്ങനെയാണ്? ആ കൈ സൂക്ഷിക്കണം കേട്ടോ ശരണ്യ അങ്ങോട്ട് വെക്കുമ്പോ. അതെ ഞെട്ടുവശം ഉരുട്ടിയെടുത്താ മതി. അങ്ങനെ ഒഴുകി വന്നല്ലേ. ആ എന്നിട്ട് വേണം ഇടാൻ. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണല്ലേ കൂട്ടുകാർക്ക്. മുളക് കിട്ടാനാണ് പാട്. എല്ലായിടത്തും കിട്ടിയല്ലേ. ഈ മെയിൻ ഹോൾസെയിൽ കടകളിൽ മാത്രമേ മുളക് കിട്ടുള്ളൂ. അതെ കൂട്ടുകാരെ ഇതിൻ്റെ കൂടെ ശരണ്യ ടൊമാറ്റോ സോസ് നമ്മൾ ഇണക്കിയ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് കാരണം ഇന്ന് തക്കാളി ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്നത്. അപ്പം എന്നാലും ഇതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. കൂട്ടുകാരെ കണ്ട നമ്മുടെ ബജ്ജിയൊക്കെ നല്ല അടിപൊളിയായിട്ട്
അച്ഛനും ശരണ്യയും അമ്മയും കൂടിയൊക്കെ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. ഒത്തിരി ചിലവൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനല്ലേ. മുളക് ഇട്ടാൽ മാത്രമേ ഇച്ചിരി പാടാ. അതെ 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 അതെ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. പിന്നെ നിങ്ങൾക്ക് സുഖമല്ലേ, ഞങ്ങൾക്ക് സുഖം. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.